ഹായ് എവ്രിവൺ, ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ബൈസിക്കിൾ തീവ്സ് എന്ന ഫിൽമി ലേഖാണ്. അപ്പോൾ ഇത് ബൈസിക്കിൾ തീവ്സ് എന്ന് പറയുന്ന ഒരു മൂവിനെ കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു ലേഖനാണ്. വരുൺ ഗ്രോവർ ആണ് ഇത് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ചാപ്റ്ററിലോട്ട് കടക്കാം. സീधी सी कहानी है, दूसरे विश्व युद्ध के बाद का इटली है. സീधी സി കഹാനി ഹെ എന്ന് വെച്ച് കഴിഞ്ഞാല് അധികം ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒന്നും ഇല്ലാത്ത സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഇപ്പോൾ ചില സിനിമകൾ കണ്ടിട്ടില്ലേ, അതിന്റെ കഥയൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, നമുക്ക് ഊഹിച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല. ഇതിപ്പോ അങ്ങനത്തെ കഥയൊന്നല്ല, വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു കഥയാണ്. ദൂസരെ വിശ്വയുദ്ധ കെ ബാദ് ക ഇറ്റലി. അപ്പം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഇറ്റലിയിലെ അവസ്ഥയാണ് പറയുന്നത്. दूसरे विश्व युद्ध എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് വേൾഡ് വാർ 2 ശേഷം गरीबी और उदासी धूप की तरह पूरे देश में छाई हुई है. गरीबी എന്ന് വെച്ചാൽ ദാരിദ്ര്യം, ഉദാസി എന്ന് വെച്ചാൽ വിഷമം. ഇത് രണ്ടും ധൂപ് കി തര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയില് പോലെ, ധൂപ്പ് വെയില്, കി തര എന്ന് പറയുമ്പോൾ പോലെ, വെയില് പോലെ പൂരെ ദേശ് മേ ഛായി ഹുയി ഹെ. ആ ദേശത്ത് മുഴുവനും ഛായി ഹുയി ഹെ എന്ന് പറയുമ്പോൾ അവിടെയൊക്കെ പരന്നു കിടക്കുകയാണ്, വ്യാപിച്ചു കിടക്കുകയാണ്. അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഇറ്റലിയിലെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശമാണ്. എല്ലായിടത്തും ദാരിദ്ര്യവും വിഷമൊക്കെയാണ്. അത് വെയിൽ പോലെ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തിരിക്കുകയാണെന്നാണ് പറയുന്നത്. റോം മേ രഹനെ വാലെ ആന്റോണിയോ കോ നോക്കറി ചാഹിയെ. റോമിൽ താമസിക്കുന്ന ആന്റോണിയോ, അപ്പൊ ആ ഒരു ക്യാരക്ടറിന്റെ പേര് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ്? ആന്റോണിയോ. ആന്റോണിയോക്ക് എന്ത് വേണം? നോക്കറി ചാഹിയെ, ഒരു ജോലി വേണം. നോക്കറി എന്ന് പറഞ്ഞാൽ ജോലി. പിന്നെ ആന്റോണിയോ എവിടെയാണ് താമസിക്കുന്നത്? റോമില്. അപ്പം ഈ വ്യക്തിക്ക് नौकरी വേണം, ജോലി വേണം. ലേക്കിൻ നോക്കറി ऐसी मिली है जिसके लिए साइकिल होना जरूरी है. പക്ഷെ ആൾക്കൊരു ജോലി കിട്ടി, പക്ഷെ അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിന് സൈക്കിൾ जरूरी है, സൈക്കിൾ നിർബന്ധമാണ്. उसकी पत्नी मारिया बड़ी मुश्किलों से घर का सामान बेचकर साइकिल के पैसे जुटाती है. എന്നിട്ട് ഈ ആന്റോണിയോന്റെ ഭാര്യയായിട്ടുള്ള മരിയ എന്ത് ചെയ്യുന്നു? മാരിയ എന്നാണ് എഴുതിയിട്ടുള്ള കേട്ടോ പേര്. മാരിയ എന്ത് ചെയ്യുന്നു? ബഡി മുഷ്കിലോ സെ, വളരെ ബുദ്ധിമുട്ടിയിട്ട്, ഘർ കാ സാമാൻ ബേച്ച്കർ, ബേച്ച്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വിൽക്കുക. അപ്പോൾ വീട്ടിലെ സാധനങ്ങൾ, ഘർ കാ സാമാൻ എന്ന് പറയുമ്പോൾ വീട്ടിലെ സാധനങ്ങൾ വിറ്റിട്ട് സൈക്കിൾ കെ പൈസ ജുട്ടാത്തി ഹെ, ഈ സൈക്കിളിന് വേണ്ടിയിട്ടുള്ള പൈസയൊക്കെ ശേഖരിക്കുന്നു. ജുട്ടാനാന്ന് വെച്ചാൽ കളക്ട് ചെയ്യുക. അങ്ങനെ കൂട്ടി വെച്ചിട്ട് ഒരു സൈക്കിൾ വാങ്ങിക്കാനുള്ള പൈസ മാരിയ സെറ്റ് ചെയ്തു. काम के पहले ही दिन ആന്റോണിയോ की സൈക്കിൾ ചോരി ഹോ ജാത്തി ഹെ. എന്നിട്ട് ആന്റോണിയോ എന്ത് ചെയ്യുന്നു? ജോലിക്കായിട്ട് പോകുന്നു. എന്നിട്ട് ജോലിക്ക് പോയ ആദ്യത്തെ ദിവസം തന്നെ എന്തുണ്ടാവുന്നു? ആന്റോണിയോ की സൈക്കിൾ ചോരി ഹോ ജാത്തി ഹെ. ആന്റോണിയോന്റെ സൈക്കിൾ മോഷണം പോവാണ്. ചോരി ഹോ ജാത്തി ഹെ എന്ന് വെച്ചാൽ മോഷ്ടിക്കപ്പെട്ടു, മോഷണം പോയി. വ അപ്നെ 10 साल के बेटे ബ്രൂണോ के साथ സൈക്കിൾ ഖോജ്നെ നിക്കൽത്താ ഹെ. അങ്ങനെ ആന്റോണിയോ എന്താണ് ചെയ്യുന്നത്? തന്റെ 10 വയസ്സുള്ള മകനായിട്ടുള്ള ബ്രൂണോയിനോടൊപ്പം ഈ സൈക്കിള് ഖോജ്നെ നിക്കൽത്താ ഹെ, അന്വേഷിക്കാനായിട്ട് പോകുന്നു. അപ്പൊ ഇതുവരെ നമുക്ക് മനസ്സിലായത് ഇറ്റലിയിലെ ഈ വേൾഡ് വാർ 2 ശേഷമുള്ള കാര്യങ്ങളാണ് ഈ ഫിലിമിൽ കാണിക്കുന്നത്. മെയിൻ 3 ക്യാരക്ടേഴ്സിന്റെ പേരാണ് പറയുന്നത്. റോമിൽ താമസിക്കുന്ന ആന്റോണിയോ, ആന്റോണിയോന്റെ വൈഫായിട്ടുള്ള മരിയ, അതുപോലെ തന്നെ ബ്രൂണോ എന്ന് പറഞ്ഞ മകൻ. അങ്ങനെ പെഹലെ ചോർ ബസാർ ഫിർ ഷെഹർ കെ ബാക്കി ബദ്നാം ഇലാക്കോമേ. അങ്ങനെ ഇവർ സൈക്കിൾ അന്വേഷിച്ചു പോകുന്നത് എവിടെയാന്ന് വെച്ചാൽ ആദ്യം ചോർ ബസാറിലാണ്. ചോർ ബസാർ എന്ന് പറയുമ്പോൾ ഈ മോഷണം പോയ സാധനങ്ങളൊക്കെ ചീപ്പായിട്ട് വിൽക്കുന്ന മാർക്കറ്റ് ഉണ്ടായിരിക്കും, അതാണ്. പിന്നെ ഷെഹർ കെ ബാക്കി ബദ്നാം ഇലാക്കോമേ എന്ന് വെച്ചാൽ ഷെഹർ പട്ടണത്തിന്റെ, ബാക്കി ബദ്നാം ഇലാക്കോമേ ഇങ്ങനെ ചീത്തപ്പേരുള്ള പ്രദേശങ്ങളുണ്ടല്ലോ. ബദ്നാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് മോശം പേരുള്ള, അല്ലെങ്കിൽ നമുക്ക് ആ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ വളരെ മോശപ്പെട്ട സ്ഥലം എന്നുള്ള രീതിയിൽ പറയുന്ന സ്ഥലങ്ങളിൽ പോയി അന്വേഷിച്ചു. അതായത് ഇങ്ങനെ മോഷണം പോയ സാധനങ്ങൾ കിട്ടാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇവർ അന്വേഷിച്ചു. ഇലാക്ക എന്ന് വെച്ചാൽ പ്രദേശം എന്നാണ്. പിത ഓർ പുത്ര ഹതാശ ഓർ ഉമ്മീദ് കെ ബീച്ച് ഝൂൽത്തെ രഹത്തെ ഹെ. അങ്ങനെ ഇത് അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് അച്ഛനും മകനും ഹതാശ എന്ന് വെച്ചാൽ നിരാശ, ഓർ ഉമ്മീദ്
ഉമ്മീദ് എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രത്യാശ, പ്രതീക്ഷ, ഹോപ്പ് കെ ബീച്ച് ഝൂൽത്തെ രഹത്തെ ഹെ എന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ മനസ്സിൽ ചില സമയത്ത് എന്തുണ്ടാവുന്നു, നിരാശയാണ് വരുന്നത്, ചില സമയത്ത് പ്രതീക്ഷയാണ് വരുന്നത്. ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ കിടന്ന് ആടിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ മനസ്സ്. ഝൂൽന എന്ന് വെച്ച് കഴിഞ്ഞാൽ ആടുക. ആന്റോണിയോ ने तो शायद दुनिया के बहुत दुख झेले है. ആന്റോണിയോ ആയിരിക്കും ചിലപ്പോ ലോകത്തിലെ ഒരുപാട് ദുഃഖങ്ങൾ സഹിച്ചിട്ടുള്ള ഒരു ആള് എന്നാണ് പറയുന്നത്. അത്രയും ദുഃഖങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് ആന്റോണിയോന്. ബ്രൂണോ के लिए बिखरती मानवता का यह पहला अनुभव है. ബ്രൂണോയിനെ സംബന്ധിച്ച് ബിഖർത്തി മാനവത എന്ന് വെച്ച് കഴിഞ്ഞാല് ചിതറിപ്പോയ മനുഷ്യത്വം, അതിന്റെ യ പെഹല അനുഭവ ഹെ, ആദ്യത്തെ അനുഭവമാണ്. അതായത് മനസാക്ഷി ഇല്ലാത്ത ഒരു ജനതയെ കാണുന്ന, ആളുകളിലെ മനുഷ്യത്വം ഇല്ല എന്ന് ബ്രൂണോന് തോന്നിപ്പോകുന്ന ഒരു ആദ്യത്തെ അനുഭവമായിരുന്നു ഇത്. ആന്റോണിയോന്റെ കേസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി പ്രായമായ ആളാണ്. അപ്പോൾ ഇതുപോലെ ഈ ലോകം എത്രത്തോളം അനീതി നിറഞ്ഞതാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സമയം കിട്ടിയിട്ടുണ്ട്. പക്ഷെ ബ്രൂണോന് 10 വയസ്സ് മാത്രമേ ഉള്ളൂ. ഇതൊന്നും മനസ്സിലാക്കാനുള്ള, അനുഭവിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം മുൻപ് ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പൊ ഉണ്ടാവുകയാണ്. സബ് ജഗഹ് സെ ഹാർ കർ अंत में एंटोनियो को सड़क किनारे एक लावारिस സൈക്കിൾ ദിക്തി ഹെ. അങ്ങനെ എല്ലാ സ്ഥലത്തും പോയി ഹാർക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പരാജയപ്പെട്ടിട്ട്, കാരണം സൈക്കിൾ കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ. അന്ത്മേ ആന്റോണിയോക്കോ സഡക് കിനാരെ, അവസാനം ആന്റോണിയോന് റോഡ് സൈഡിലായിട്ട്, സഡക് എന്ന് വെച്ചാൽ റോഡ്, കിനാരെ എന്ന് വെച്ചാൽ സൈഡിലായിട്ട്, ഏക് ലാവാരിസ് സൈക്കിൾ ദിക്തി ഹെ. ലാവാരിസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഉടമസ്ഥനില്ലാത്ത, അപ്പൊ ഈ സൈക്കിൾ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ്, അതിന്റെ ഓണറൊന്നും അതിന്റെ അടുത്തില്ല. അങ്ങനെ ഒരു സൈക്കിൾ ആന്റോണിയോ കാണുകയാണ്. ഉസേ പത്താ ഹെ കി ചോരി ബുരി ചീസ് ഹെ ലേക്കിൻ ഉസ്കി ഈമാൻദാരി ഉസ്കി ഭൂഖ് സെ ടക്രാ രഹി ഹെ. ഉസേ പത്താ ഹെ, ആന്റോണിയോന് അറിയാം, കി ചോരി ബുരി ചീസ് ഹെ, എന്താണ് മോഷ്ടിക്കുക എന്ന് പറയുന്നത്, മോഷണം എന്ന് പറയുന്നത് മോശപ്പെട്ട കാര്യമാണെന്ന് ആന്റോണിയോന് അറിയാം. ലേക്കിൻ ഉസ്കി ഈമാൻദാരി ഉസ്കി ഭൂഖ് സെ ടക്രാ രഹി ഹെ. പക്ഷെ ലേക്കിൻ എന്ന് പറയുമ്പോൾ എന്താ, പക്ഷെ ആന്റോണിയോന്റെ ഈമാൻദാരി എന്ന് വെച്ചാൽ സത്യസന്ധത, ഉസ്കി ഭൂഖ് സെ ടക്രാ രഹി ഹെ, അയാളുടെ വിശപ്പുമായിട്ട് കൂട്ടിമുട്ടുകയാണ്. ടക്രാനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് കൂട്ടിമുട്ടുക, ഇടിക്കുക, കൂട്ടിയിടിക്കുക ഒക്കെ ചെയ്യുന്നത്. അപ്പോ ഒരു വശത്ത് ആളുടെ സത്യസന്ധത ഉണ്ട്, ഒരു വശത്ത് എന്താണ്, വിശപ്പുണ്ട്. അപ്പം ആളുടെ ഈ സത്യസന്ധത എന്ന് പറയുന്നത് ആളുടെ വിശപ്പുമായിട്ട് ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ട പോലെയാണ് ഇപ്പോ എന്നാണ് പറയുന്നത്. അതായത് സത്യസന്ധത കാണിച്ചിട്ട് കാര്യമില്ല, തന്റെ വിശപ്പടക്കുന്നതാണ് ഇപ്പോ വലിയ കാര്യം എന്നുള്ള രീതിയിലേക്ക് ആന്റോണിയോന്റെ ചിന്ത പോകുന്ന ഒരു സാഹചര്യം വന്നേക്കാണ്. ആന്റോണിയോ ഉസ് സൈക്കിൾ കോ ചുരാനെ കി കോഷിഷ് കർത്താ ഹെ. അപ്പൊ എന്തുണ്ടായി, ആന്റോണിയോ ആ ഒരു സൈക്കിള് ചുരാനെ കി കോഷിഷ് കർത്താ ഹെ, മോഷ്ടിക്കാനായിട്ട് ശ്രമിക്കുന്നു. കോഷിഷ് കർണ എന്ന് വെച്ചാൽ ശ്രമിക്കുക. ലേക്കിൻ പക്കടാ ജാത്ത ഹെ, പക്ഷെ പിടിക്കപ്പെടുകയാണ്. സൈക്കിൾ കാ മാലിക് ആന്റോണിയോ की हालत देखकर उसे जाने देता है. സൈക്കിളിന്റെ മാലിക്, ഓണർ ആന്റോണിയോ की हालत देखकर, ആന്റോണിയോന്റെ അവസ്ഥ കണ്ടിട്ട് ഉസെ ജാനെ ദേത്ത ഹെ, അയാളെ പോവാനായിട്ട് അനുവദിക്കുകയാണ്. अंतिम दृश्य में एंटोनियो और ब्रूनो भीड़ के साथ चल रहे हैं, टूटे हुए शर्मिंदा. അങ്ങനെ അവസാനത്തെ സീനില്, അന്തിം ദൃശ്യം എന്ന് പറയുമ്പോൾ അവസാനത്തെ സീനില് ആന്റോണിയോ ഓർ ബ്രൂണോ, ആന്റോണിയോയും അതുപോലെ തന്നെ ബ്രൂണോയും ഭീഡ് കെ സാത്ത് ചൽ രഹേ ഹെ, ആൾക്കൂട്ടത്തോടൊപ്പം നടക്കുകയാണ്. എങ്ങനെയാണ് നടന്നു വരുന്നത്, ഭീഡ് എന്ന് പറയുമ്പോൾ ആൾക്കൂട്ടം, ടൂട്ടെ ഹുയെ ഷർമിന്ദ, അതായത് അവര് ബ്രോക്കൺ ആയിട്ട്, അവര് ലജ്ജിതരായിട്ട്, ഷർമിന്ദ എന്ന് വെച്ചാൽ ലജ്ജിതരായിട്ടാണ് അവര് നടന്നു വരുന്നത്. അവര് ആകെ തകർന്നുപോയി. സൈക്കിൾ നഹി ഹെ ലേക്കിൻ ദുനിയാ മേ അഭി ഭി കരുണ ഹെ, ഉമ്മീദ് ഹെ, एक और मुश्किल दिन है जिसका सामना करने निकली एक भीड़ है. പിന്നെ അവർക്ക് മനസ്സിലായത് എന്താ, സൈക്കിൾ നെഹി ഹെ, ഇപ്പൊ അവരോടൊപ്പം ആ സൈക്കിൾ ഇല്ല. ലേക്കിൻ ദുനിയാ മേ അഭി ഭി കരുണ ഹെ, പക്ഷെ ലോകത്തില്, ദുനിയ എന്ന് വെച്ചാൽ ലോകം, ലോകത്തിൽ ഇപ്പോഴും കരുണയുണ്ട്. ഉമ്മീദ് ഹെ, ഉമ്മീദ് എന്ന് വെച്ചാൽ എന്താ, പ്രതീക്ഷയുണ്ട്, പ്രത്യാശയുണ്ട്. ഏക് ഓർ മുഷ്കിൽ ദിൻ ഹെ, പിന്നെന്താണ്, വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ദിവസമുണ്ട്. ജിസ്കാ സാംന കർനെ നിക്ലി എക് ഭീഡ് ഹെ, അതിനെ നേരിടാനായിട്ട്, ജിസ്കാ സാംന കർണ എന്ന് വെച്ച് കഴിഞ്ഞാല് നേരിടുക, അതിനെ നേരിടാനായിട്ട് ഇറങ്ങിയിട്ടുള്ള, നിക്ലി എന്ന് പറയുമ്പോൾ ഇറങ്ങിയിട്ടുള്ള, എക് ഭീഡ് ഹെ, ഒരു ആൾക്കൂട്ടുണ്ട്, തിരക്കുണ്ട് എന്ന്. അപ്പോൾ അവരുടെ മുന്നിൽ ഇനിയും ജീവിക്കാനായിട്ട് ദിവസങ്ങൾ ബാക്കിയുണ്ട്. അവരെ പോലെ തന്നെ ബുദ്ധിമുട്ടുള്ള ജീവിതം തള്ളി നീക്കുന്ന ഒരുപാട് ജനങ്ങളും അവരുടെ ചുറ്റുമുണ്ട് എന്ന് മനസ്സിലാക്കാണ്.
एक सरल सी कहानी हमें कहां कहां ले जाती है। सही और गलत की परिभाषा, इतिहास का एक पाठ, युद्ध का असली चेहरा जो बारूद का धुआं छाटने के बाद दिखता है, और एक പരിവാർ का महत्व. അപ്പം ഈ ഒരു മൂവിയിൽ നിന്ന് എന്താണ് മനസ്സിലായത് എന്നാണ് വരുൺ ഗ്രോവർ പറയുന്നത്. ഏക് സരൽ സി കഹാനി, ഒരു സരൽ എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി. ഹമേ കഹാ കഹാ ലേ ജാത്തി ഹെ, നമ്മളെ എവിടേക്കൊക്കെയാണ് കൊണ്ടുപോകുന്നത്. സഹി ഓർ ഗലത് കി പരിഭാഷ, ശരിയും തെറ്റും എന്താണ് എന്നതിന്റെ ഒരു പരിഭാഷ. ഇതിഹാസ് കാ ഇക് പാഠ്, ഇതിഹാസ് എന്ന് പറയുമ്പോൾ ചരിത്രം, ചരിത്രത്തിന്റെ ഒരു പാഠം. യുദ്ധ കാ അസ്ലി ചെഹര, യുദ്ധത്തിന്റെ ശരിക്കുള്ള മുഖം. അസ്ലി എന്ന് വെച്ചാൽ യഥാർത്ഥം, അതുപോലെ തന്നെ ചെഹര മുഖം. ജോ ബാരൂദ് കാ ധുആ ചാട്നെ കെ ബാദ് ദിഖ്താ ഹെ, അതായത് യുദ്ധത്തിന്റെ ശരിയായ രൂപം. അത് ബാരൂദ് കാ ധുആ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വെടിമരുന്നിന്റെ പുക, ചാട്നെ കെ ബാദ് ദിഖ്താ ഹെ, വെടിമരുന്നിന്റെ പുക ടേസ്റ്റ് ചെയ്തതിന് ശേഷം കാണുന്ന. അതുപോലെ തന്നെ ഒരു ഫാമിലിയുടെ മഹത്വം മനസ്സിലാക്കി തരുന്ന. നിങ്ങൾക്ക് ചിലപ്പോ ഈ അസ്ലി യുദ്ധ കാ അസ്ലി ചെഹര ജോ ബാരൂദ് കാ ധുആ ചാട്നെ കെ ബാദ് ദിഖ്താ ഹെ എന്നുള്ളത് വായിക്കുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നാം. പക്ഷെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഈ വെടിമരുന്നൊക്കെ ഉപയോഗിക്കുന്നത് യുദ്ധത്തിനാണ്. അപ്പോ ഈ യുദ്ധത്തിന്റെ ആ പുകയും കാര്യങ്ങളൊക്കെ അവസാനിച്ചു കഴിഞ്ഞാല്, ജനങ്ങൾ ഒരു യുദ്ധം കണ്ടു കഴിഞ്ഞാല് അവരുടെ അവസ്ഥ എന്താണ്, അതായത് യുദ്ധത്തിന് ശേഷം സാധാരണ ജനങ്ങൾ എന്തോരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നും ഇത് മനസ്സിലാക്കി തരുന്നു എന്നുള്ളതാണ് ആ ഒരു സെന്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് ആയിട്ട് പറയുന്നത് ഒരു കുടുംബത്തിന്റെ മഹത്വവും മനസ്സിലാക്കി തരുന്നു. फिल्में जितनी हंसाने या मन बहलाने के लिए होती है, മൂവീസ് എത്രയൊക്കെ ഹസാനെ യാ മൻ ബഹലാനെ के लिए होती है, ചിരിപ്പിക്കാനും. മൻ ബഹലാന എന്ന് വെച്ച് കഴിഞ്ഞാല് മനസ്സിനെ സന്തോഷിപ്പിക്കാനും. ഹസാന ചിരിപ്പിക്കുക, മൻ ബഹലാന സന്തോഷിപ്പിക്കുക മനസ്സിനെ. के लिए होती है, उतनी ही दिल तोड़ने और रुलाने के लिए भी. അതേപോലെ തന്നെ ചില മൂവീസ് എന്താണ് മനസ്സിനെ വിഷമിപ്പിക്കാനും കരയിക്കാനും വേണ്ടിയിട്ടുള്ളതും ഉണ്ട്. രണ്ട് തരത്തിലുള്ള മൂവീസ് ഉണ്ട്. ദിൽ തോടനാന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ ഹാർട്ട് ബ്രേക്ക് ചെയ്യുക, അതേപോലെ തന്നെ റുലാന എന്ന് വെച്ചാൽ കരയിപ്പിക്കുക. फिल्में कहानी के जरिए वह कहती है जो हमें एहसास दिलाता है कि हम कितने कमजोर है, ताकतवर है, संवेदनशील है, फूहड़ है, बदतमीज है. അപ്പോ ഈ ഫിലിംസ് അതിന്റെ കഹാനി കെ ജരിയെ എന്ന് വെച്ചാൽ അതിന്റെ കഥയിലൂടെ വ कहती है അത് പറയുന്നു, ജോ ഹമേ എഹസാസ് ദിലാത്ത ഹെ. എഹസാസ് ദിലാന എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുക. അപ്പോൾ നമ്മളെ കൊണ്ട് പലതും തോന്നിപ്പിക്കും ഈ മൂവീസ് അതിന്റെ കഥയിലൂടെ. എന്തൊക്കെയാണ് തോന്നിപ്പിക്കുന്നത്? കി ഹം കിത്നെ കംസോർ ഹെ, നമ്മൾ എത്ര ശക്തി ഇല്ലാത്തവരാണ്, നമ്മൾ എത്ര ദുർബലരാണ്, നമ്മൾ എത്ര വീക്കാണ്. കംസോർ എന്ന് വെച്ചാൽ അതാണ് വീക്ക്. താക്കത്വർ ഹെ, നമ്മൾ എത്ര ശക്തി ഉള്ളവരാണ്. നമ്മളെ ശക്തി ഇല്ലാത്തവരായിട്ടും തോന്നിപ്പിക്കും, നമ്മളെ ശക്തി ഉള്ളവരായിട്ടും തോന്നിപ്പിക്കും. പിന്നെ എന്തൊക്കെയാണ് തോന്നിപ്പിക്കുക? സംവേദനശീൽ എന്ന് വെച്ചാൽ നമ്മൾ എത്ര സെൻസിറ്റീവ് ആണ്. ഫൂഹഡ് ഹെ, ഫൂഹഡ് എന്ന് വെച്ചാൽ കൾച്ചർ ഇല്ലാത്ത, ഒരു സംസ്കാരം ഇല്ലാണ്ട് പെരുമാറാന്ന് പറയില്ല, എത്ര കൾച്ചർ ഇല്ലാത്തവരാണ് നമ്മളെന്ന് തോന്നിപ്പിക്കും. അതുപോലെ തന്നെ ബത്തമീസ് ഹെ, ബത്തമീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതന്നെ മാനേഴ്സ് ഇല്ലാണ്ട് പെരുമാറുക എന്നുള്ളതാണ്, ഒരു മര്യാദ ഇല്ലാത്തവരാണ് എന്ന് തോന്നിപ്പിക്കും. പിന്നെന്താ പറയുന്നത്? ലേക്കിൻ സബ്സെ ജറൂരി ബാത്ത് ഹം അക്കേലെ നഹി ഹെ. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ജറൂരി എന്ന് വെച്ചാൽ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, ഹം അക്കേലെ നഹി ഹെ, നമ്മൾ ഒറ്റയ്ക്കല്ല. ദുനിയാ ഭർ മേ ദൂർ ദൂർ കെ ദേശോ മേ ऐसे देशों में जहां लोग भाषा भी हमारी नहीं बोलते, ऐसे लोग हैं जो हमारी जैसी खुशियों से खुश हो रहे हैं, हमारे जैसे दुखों से टूट रहे हैं. ഇനി അടുത്ത കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഒറ്റയ്ക്കല്ല. ദുനിയാ ഭർ മേ, ദുനിയ എന്ന് വെച്ചാൽ ലോകം, ലോകത്തിൽ മുഴുവനായിട്ടും, ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ടും. ദൂർ ദൂർ കെ ദേശോ മേ, അത്രയും ദൂരത്തുള്ള ദേശങ്ങളില്. ऐसे देशों में जहां लोग भाषा भी हमारी नहीं बोलते, അത്തരം ദേശങ്ങളില്, രാജ്യങ്ങളില്. ജഹാ ലോഗ് ഭാഷ ബി ഹമാരി നെഹി ബോൾത്തെ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ സംസാരിക്കുന്ന ഭാഷ പോലും സംസാരിക്കാത്ത നാടുകളില്. ऐसे लोग है जो हमारी जैसी खुशियों से खुश हो रहे हैं, അത്തരം ആളുകളുണ്ട്. ആരാണോ നമ്മൾക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളിൽ സന്തോഷിക്കുന്നത്. ഹമാരി ജൈസി ഖുഷിയോ സെ ഖുഷ് ഹോ രഹേ ഹെ,
അതുപോലെ തന്നെ ഹമാരെ ജൈസെ ദുഃഖോ സെ ടൂട്ട് രഹേ ഹെ, നമ്മൾ വിഷമിച്ച് ബ്രേക്ക് ചെയ്യുന്ന പോലത്തെ കാര്യങ്ങളിൽ തന്നെ വിഷമിച്ച് ജീവിക്കുന്ന എത്രയോ ആളുകൾ ഈ ലോകത്തിന്റെ പല പ്രദേശങ്ങളിലും നമ്മൾ സംസാരിക്കുന്ന ഭാഷ പോലല്ല സംസാരിക്കുന്നത്. അപ്പോൾ ഒരേപോലത്തെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന എത്രയോ ആളുകൾ ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. फिल्में हमें बांधती है एक अदृश्य चांदी की डोर में और खड़ा कर देती है एक बहुत ഊച്ചി ഛത് പർ. ഈ ഫിലിംസ് നമ്മളെ ബാന്ധന എന്ന് വെച്ചാൽ കെട്ടുക എന്നാണ്, നമ്മളെ കെട്ടിവെക്കുന്നു. എന്തുകൊണ്ട്? ഏക് അദൃശ്യ ചാന്തി കി ഡോർമേ, ഒരു അദൃശ്യമായിട്ടുള്ള ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ചാന്തി, അതായത് സിൽവറിന്റെ ഡോർ എന്ന് പറഞ്ഞ നൂല്, ത്രെഡ്, മേ ഓർ ഖടാ കർ ദേത്തി ഹെ, അങ്ങനെ നമ്മളെ ഈ ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള സിൽവർ ത്രെഡിൽ കെട്ടിയിട്ട് നമ്മളെ ഖടാ കർനാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുപോയി നിർത്തുന്നു. എവിടെയാണ് കൊണ്ടുപോയി നിർത്തുന്നത്? ഏക് ബഹത് ഊച്ചി ഛത് പർ, ഒരു വളരെ പൊക്കത്തിലുള്ള, ഊച്ചി എന്ന് വെച്ചാൽ പൊക്കത്തിലുള്ള, ഛത്ത് എന്ന് വെച്ചാൽ മേൽക്കൂര, റൂഫ്, അവിടെ കൊണ്ടുപോയി നിർത്താണ്. ഹൽക്കെ സെ ഝോക്കെ മേ ഉഡ്ന സീഖ് ജാത്തെ ഹെ ഹം, അങ്ങനെ ഹൽക്കാസ ഝോക്കാന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ നേരിയ കാറ്റ്, ഹൽക്കാന്ന് വെച്ചാൽ നേരിയ, ഝോക്കാന്ന് വെച്ചാൽ കാറ്റ്, അങ്ങനെ ചെറിയൊരു കാറ്റില് ഉഡ്ന സീഖ് ജാത്തെ ഹെ ഹം, ഉഡ്ന എന്ന് വെച്ചാൽ പറക്കുക, പറക്കാനായിട്ട്, സീഖ് ജാത്തെ ഹെ പഠിക്കുന്നു നമ്മള്. കിസി നയി കരാരി പതംഗ് കി തര, ഒരു നെയ് എന്ന് വെച്ച് കഴിഞ്ഞാല് പുതിയ, കരാരി എന്ന് വെച്ചാല് ദൃഢമായിട്ടുള്ള, സ്ട്രോങ് ആയിട്ടുള്ള, ഒരു പതംഗ് കി തര, ഒരു പട്ടം പോലെ, അങ്ങനെ പറക്കാനായിട്ട് നമ്മൾ പഠിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, ലാസ്റ്റ് പാരഗ്രാഫിൽ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിലിംസ് നമ്മളെ നമ്മളുടേതല്ലാത്ത ഒരു ലോകത്തേക്ക് കൊണ്ടുപോകുന്നു. അത്രയും പെട്ടെന്ന് നമ്മൾ നമ്മുടേതല്ലാത്തൊരു ലോകത്ത് ചെന്നെത്തുകയും എന്നിട്ട് അതിന്റെ ഒരു ഭാഗമായ പോലെ നമുക്ക് തോന്നും, അതിലെ ക്യാരക്ടേഴ്സ് ഒക്കെ നമ്മളാണ് എന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ നമ്മൾ അവിടെ എത്തുന്നു. അതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് റൈറ്ററിനെ കുറിച്ചും കൂടി നോക്കാം. വരുൺ ഗ്രോവർ. വരുൺ ഗ്രോവർ का जन्म 26 जनवरी 1980 को हिमाचल प्रदेश के सुंदर नगर में हुआ. അപ്പോൾ അദ്ദേഹം ജനിച്ചത് 26 ജാനുവരി 1980 ഹിമാചൽ പ്രദേശിലെ സുന്ദർ നഗറിലാണ്. ആപ് ലേഖക്, ഫിലിം ഗീത്കാർ और ഫിലിം നിർമ്മാത है. അദ്ദേഹം ഒരു ലേഖകനും അതുപോലെ തന്നെ ഫിലിം ഗീത്കാർ എന്ന് വെച്ചാല് ഒരു ലിറിസിസ്റ്റ്, സിനിമ ഗാനരചയിതാവ്, അതുപോലെ തന്നെ ഫിലിം നിർമ്മാത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിർമ്മാതാവാണ്, പ്രൊഡ്യൂസറാണ്. ആപ്കോ സർവശ്രേഷ്ഠ ഫിലിം ഗീത്കാർ പുരസ്കാർ, അദ്ദേഹത്തിന് സർവശ്രേഷ്ഠ ഫിലിം ഗീത്കാർ പുരസ്കാർ ലഭിച്ചിട്ടുണ്ട് 2015. അതുപോലെ തന്നെ സംവാദ് യോജന കെ ലിയെ ഫിലിം ഫെയർ പുരസ്കാർ 2022 എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സംവാദ് യോജന എന്ന് പറയുമ്പോഴേ ഇത് അദ്ദേഹത്തിന്റെ ഒരു ഡയലോഗിന് കിട്ടിയ അവാർഡാണ്. അതായത് 2022 ഈ അവാർഡ് കിട്ടിയത് സന്ദീപ് ഓർ പിങ്കി ഫറാർ എന്ന് പറഞ്ഞ മൂവിയിലെ ഒരു ഡയലോഗിന് വേണ്ടിയിട്ടാണ് ഈ ഫിലിം ഫെയർ അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. IIFA का സർവശ്രേഷ്ഠ ഫിലിം ഗീത്കാർ പുരസ്കാർ, IIFAയുടെ സർവശ്രേഷ്ഠ ഫിലിം ഗീത്കാർ പുരസ്കാർ 2016 അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ആദി കൈ പുരസ്കാർ പ്രാപ്ത് ഹുए. അപ്പൊ മേലെ പറഞ്ഞത് കൂടാതെ തന്നെ ഒരുപാട് പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പേപ്പർ ചോർ, ബിക്സു, കരേജ്വ ആദി ആപ്കി പ്രകാശിത് രചനായേ ഹെ. പേപ്പർ ചോർ, ബിക്സു, കരേജ്വ തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ പ്രകാശിത് എന്ന് വെച്ചാൽ പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള രചനായേ ഹെ, വർക്ക്സ്, രചനകൾ, കൃതികൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ചാപ്റ്ററിൽ ഇത്രയാണ് പറയാനായിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്നെ കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.